നേരം വെളുത്ത് വായി നോക്കാൻ ഇറങ്ങിയിരുന്നതാണ് യുവകവി. ഭാവന വിടരാൻ പ്രകൃതിരമണിയെ നോക്കിയിരുന്നെന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ വീടിന് കാവലിരുന്നാണെന്ന് ന്യായീകരിക്കാം. എന്തായാലും സ്വഭാവം വെച്ചിട്ട് ആദ്യം പറഞ്ഞതാണ് കറക്റ്റ്. ഇന്നത്തെ ഇരിപ്പെന്തായാലും വെറുതെ ആയില്ല. ഒരു യുവസുന്ദരി നടന്നു വരുന്നുണ്ട്. ആദ്യ ആളെ മനസ്സിലായില്ല. പിന്നെ ആ മാങ്ങാണ്ടിത്തലയിൽ അത് കത്തി വന്നപ്പോഴത്തേക്കിനും പേട്ടുതലയിലോടൊരു മിന്നപ്പിണർ പാഞ്ഞു. അതിലവളാണ്. പണ്ടത്തെ ലൈനായിരുന്നു. യുവതിയുടെ ഗുണവധികാരം കൊണ്ട് ഈ പരിസരത്തു നിന്ന് പറപ്പിച്ചതാ. യുവകോളമനെ കണ്ട് പ്രണയം പറഞ്ഞിട്ട് മര്യാദയ്ക്ക് പോകുന്നതിന് പകരം വീടിനകത്തും പുറത്തും എല്ലാം മുള്ളി നാട്ടിച്ച് കളയും. അത് ഒടുക്കത്തെ പാട. ജനിച്ചേ പിന്നെ അവൾ കുളിച്ചിട്ടില്ല. കാര്യം ശരിയാ, പേട്ട് പറങ്ങാടെ ആണെങ്കിലും ഇമാതിരി തോന്നിയാസമൊന്നും യുവകവി ഇവിടെ കാണിക്കാറില്ല. 2018 വെള്ളപ്പൊക്കത്തിൽ എവിടുന്നോ ഒഴുകി വന്ന് ഒരു വീടിൻ്റെ മൂലയിൽ വന്ന് കയറിയവളാ. അന്ന് മുതൽ അവർ അന്നമൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ കുളിയും നനയൊക്കെ നാഹി. ഒരു പക്ഷേ നന്നായി പരിപാലിച്ചിരുന്നെങ്കിൽ അവളൊരു സുന്ദരിയും സുശീലയുമായ യുവതിയായേനെ. പിന്നെ ഇവരുടെ പ്രണയം തകർന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ, യുവാവ് ഒരു യാത്ര പോയിരുന്നു ചാലക്കുടിക്ക്. അതൊരു വലിയ കഥയാണേ. ആ യാത്ര കഴിഞ്ഞ് മടങ്ങി വന്ന് യുവാവിൻ്റെ കിളികളെല്ലാം പറന്നുപോയ അവസ്ഥയിലായിരുന്നു. യുവാവ് പോയപ്പോഴത്തേക്കിനും യുവതി തിരക്കി ഇവിടെ വന്നിരുന്നു. എന്നാൽ മടങ്ങി വന്ന യുവാവ് പുതിയൊരാളായിരുന്നു. ദുർവാസാവിൻ്റെ ശാപനിമിത്തം ശകുന്തളയെ മറന്നുപോയാൽ അങ്ങേരില്ലയോ ദുഷ്യന്തനെ. അന്ന് പറഞ്ഞ പോലെ ഇങ്ങേര് ഈ യുവതിയെ അങ്ങ് മറന്നുപോയി. എന്നുവെച്ചാൽ പാടെ മറന്നുപോയി. കാണുമ്പോൾ പഴയ സ്നേഹമൊന്നുമില്ല എന്ന് മാത്രമല്ല, അപ്പാടെ മറന്ന വട്ടാണ്. ഇനി വല്ല മോതിരമോ വല്ലതും കാണിച്ചാൽ യുവകോമളന് ചിലപ്പം ഓർമ്മ വന്നേക്കും.